എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ എന്തെങ്കിലും ഹിഡൻ ട്രൂത്ത്സ് ഉണ്ടോ, നിങ്ങൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാത്ത, പറയാൻ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും ഹിഡൻ ട്രൂത്ത് ഉണ്ടോ എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കുക. ഇത് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് ആ റെസണേറ്റ് ചെയ്യുന്നവർക്ക് അത് മുഴുവനും ആയിട്ട് സ്വീകരിക്കാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഹിഡൻ ട്രൂത്ത്, എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മളുടെ കാര്യങ്ങൾ, നമ്മുടെ റിലേഷൻഷിപ്പിൽ, എന്ത് റിലേഷൻഷിപ്പാണെങ്കിലും നിങ്ങളുടെ വ്യക്തി വളരെ ഒരു ലോയലായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല, അവരെന്താണോ തുടങ്ങുന്നത് അത് അവസാനിപ്പിക്കാനുള്ള ഒരു വളരെയധികം ഉള്ളിൽ നിന്നുള്ളൊരു ഇന്നർ സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിന് നല്ലൊരു അവസാനം വേണമെന്നും, അതേസമയം നിങ്ങൾക്കിപ്പോൾ ഈ കാർഡ് കണ്ടാൽ അറിയാം ഒരു ജീവി അപ്പുറത്തുണ്ട്, പക്ഷെ അതൊന്നും പേടിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒന്നിനെയും പേടിക്കാത്ത ഒരു സെൽഫ് മെയ്ഡായിട്ടുള്ള, എന്തിനേയും തരണം ചെയ്യാനായിട്ട് ധൈര്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. വേറെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഇതാണ് സ്വഭാവമെങ്കിൽ, പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് മാറി ഒറ്റയ്ക്കുള്ള സമയങ്ങളിൽ അവർക്ക് ഒരുപാട് വരി, അതായത് ഒരുപാട് വിഷമങ്ങൾ അവരുള്ളിൽ വെക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം മതി, ആ ഒരു കാര്യത്തിൽ അവർ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന വ്യക്തികളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുറമേക്ക് അവർക്ക് വേറൊരു ക്യാരക്ടറും, അതേസമയം ഒറ്റയ്ക്കുള്ള സമയങ്ങളിൽ അവർ വേറൊരു വ്യക്തിയെ പോലെ ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങും. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ കുറേ ഇൻസെക്യൂരിറ്റീസ് വരുന്നുണ്ടാവാം. നിങ്ങൾ ആരെങ്കിലും സംസാരിക്കുമ്പോൾ അതിന് വിഷമിക്കുന്ന ഒരാളായിരിക്കാം. അവരെപ്പോഴും ഉറങ്ങാതെയും എല്ലാ ചെറിയ കാര്യങ്ങളെയും ഒരുപാട് വിഷമിച്ചും ഉറക്കം കിട്ടാതെയും അവരുടെ ഹെൽത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രകൃതമായിട്ടാണ് കാണുന്നത്. എന്താണ് അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയൊരു സിറ്റുവേഷനാണ് കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് തുറന്ന് സംസാരിക്കുന്നുണ്ടാവില്ല. അതായത് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് വറി ഉണ്ട്, എനിക്കിത് പറ്റുന്നില്ല, എനിക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ടെൻഷനുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചും ഇൻസെക്യൂരിറ്റി ഉണ്ടാവാം. ഒരു പക്ഷേ കല്യാണം നടക്കുമോ, കാരണം നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും എന്ത് തുടങ്ങിയാലും അത് അവസാനിപ്പിക്കണം, ആ ഒരു നല്ല രീതിയിൽ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ബന്ധം നടക്കുമോ, അല്ലെങ്കിൽ ജോലിയുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കാര്യമായിരിക്കാം. അപ്പോൾ അത് ശരിക്കും നടക്കുന്നില്ല എങ്കിൽ അവർക്ക് അതിന് ഭയങ്കര ഒരു വിഷമം ഉള്ള ആൾക്കാരായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ലോയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സമാധാനം പകരുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ആ ഒരു സ്നേഹത്തിലൂടെ അവരെ മാറ്റിയെടുക്കാനായിട്ടും അവരുടെ സോളിന് സ്ട്രെങ്ത് കൊടുക്കാനായിട്ടുമാണ് നിങ്ങളുടെ ഒരു കർമ്മ, അല്ലെങ്കിൽ നിങ്ങളുടെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു കൂട്ടായിട്ടിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരാളും ഇവിടെ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്, അവരുടെ പ്രിയതമയാണ് ഇപ്പുറത്ത് കാത്തിരിക്കുന്നത്. അപ്പോൾ അത് കാണിക്കുന്നത് അവരുടെ ഏതൊരു സിറ്റുവേഷനിലും കൂടെ നിന്ന് അവരെ സഹായിക്കാം. ചിലപ്പോൾ സിറ്റുവേഷൻ മോശമെന്ന് വരാം, വെള്ളച്ചാട്ടത്തിലാണ് നിൽക്കുന്നത്, വെള്ളം ഗതി മാറി ഒഴുകിയെന്ന് വരാം, എങ്ങനെ എന്ത് സിറ്റുവേഷൻ വേണമെങ്കിലും മാറാം. പക്ഷേ അവർ എല്ലാത്തിനും കൂട്ടായിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ കൂട്ടായിട്ടിരിക്കണം എന്നാണ് സോളിൻ്റെ മെസ്സേജ്. ഇനി എന്തെങ്കിലും നിങ്ങളുടെ ലവ് മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് കിട്ടുന്ന കേഴ്സ് കാർഡാണ്. അപ്പോൾ ഇങ്ങനെ സാധാരണ നമുക്ക് കിട്ടാറുള്ളത്, ഒരു പക്ഷേ ആരെങ്കിലും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ കണ്ണ് വയ്ക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് എഗെയിൻസ്റ്റായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് അങ്ങനെ ആരോ ഉണ്ട്. അപ്പം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കാണുമ്പോൾ ഇവർക്ക് എങ്ങനെ ഈ ഒരു ബന്ധം കിട്ടി, അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ ഇങ്ങനെ ഒരാളെ ഇഷ്ടപ്പെടാൻ പറ്റി,
അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ കണ്ണ് വയ്ക്കാമെന്ന് നമ്മൾ പറയില്ല, അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് മൈൻഡ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഉള്ളിലെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് പുറത്തുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് അല്ലെങ്കിൽ ഈ കണ്ണ് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്ലോലി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത് എഫക്റ്റ് ആവും. അത് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ നല്ല ശക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആരൊക്കെ കണ്ണ് വെച്ചാൽ ആരൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിച്ചാലും ഒന്നും സംഭവിക്കില്ല. പക്ഷേ ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് അല്ലെങ്കിൽ അതിൻ്റെ വീക്കായിട്ടുള്ള കണ്ണികൾ എവിടെയാണോ അവിടെ തന്നെ കറക്റ്റായിട്ട് കണ്ണ് വെക്കുന്നവരുടെ കണ്ണേൽക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ സൂക്ഷിക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീണ്ടും പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.